100% ശുദ്ധമായ ഗരം മസാല വീട്ടിൽ തന്നെ ഇനി സിമ്പിളായിട്ട് ഉണ്ടാക്കാം. ഒരു മായവും ഇല്ലാതെ നല്ല ടേസ്റ്റോട് കൂടിയിട്ട്. അപ്പോൾ ഈ റെസിപ്പി ഒന്ന് നോക്കിയോ. ഹായ് ഹലോ നമസ്കാരം. ഞാനിന്നൊരു കവറ് നിറയെ സ്പൈസസുമായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഇവിടെ മില്ലുണ്ട്, അപ്പോൾ മില്ലിൽ പോയിട്ട് ഞാൻ എല്ലാം കണക്കളവിന് അളന്ന് മേടിച്ചേക്കും കേട്ടോ ചെയ്തേക്കുന്നത്. കൈ നിറയുണ്ട്, ഒരു കവറ് നിറയുണ്ട്. പക്ഷേ പൊടിച്ച് വരുമ്പോൾ ഉണ്ടല്ലോ ഇത് തീരെ കുഞ്ഞായിട്ട് മാറും. ഇത്തിരി വന്നൊരു പാത്രത്തിൽ ഉണ്ടാവും. കാണുമ്പോൾ കുറേ തോന്നിയാലും പൊടിച്ച് കഴിയുമ്പോൾ കുറച്ചേ ഉണ്ടാവുള്ളൂ കേട്ടോ. ഈ ഗരം മസാല ഉണ്ടല്ലോ ബീഫിൻ്റെ കൂടെയും മട്ടൻ്റെ കൂടെയും ചിക്കൻ്റെ കൂടെയും മുട്ടക്കറി വെക്കുമ്പോഴും എന്തിൻ്റെ കൂടെ വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. എനിക്ക് ഈ ഒരു ഗരം മസാല മാത്രമേ ഉള്ളൂ, നല്ല ടേസ്റ്റാണ്. പിന്നെ നമ്മൾ ഈ ഉരുളക്കിഴങ്ങും വെണ്ടയ്ക്കയൊക്കെ ഇറച്ചി മസാല ഇട്ട് കറി വെക്കില്ലേ, അങ്ങനെ വെക്കുമ്പോഴാണെങ്കിൽ അതിൻ്റെ കൂടെ വേണമെങ്കിലും ഉപയോഗിക്കാം. ഗരം മസാല ഉപയോഗിക്കേണ്ട എല്ലാത്തിനെയും കൂടി ഈ ഒരു ഗരം മസാല ഉപയോഗിക്കാം, അത്ര നല്ലതാണ്. അപ്പം ഞാൻ പുറത്ത് നല്ല വെയിലുണ്ട്, അവിടെ വെച്ചാണ് ഞാനിത് ഉണക്കിയെടുക്കുന്നത്. ഞാൻ വറക്കുന്നില്ല, നല്ല വെയിലുണ്ട്, ഒരു 2 മണിക്കൂർ വെയിലത്ത് വെച്ചെടുത്താൽ മതി. ഇതിലൊരു ഓയിലുണ്ട് ഈ സ്പൈസസിൽ, അപ്പോൾ ആ ഓയിലെല്ലാം ഒന്ന് പുറത്ത് വന്ന് നമുക്ക് പൊടിക്കണ്ടേ മിക്സിയുടെ ജാറിലിട്ട്. അപ്പം നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടി നമ്മൾ വെയിലത്ത് വെക്കുന്നത്. ഇനി വെയിലില്ലെങ്കിൽ പാനിലിട്ട് ഫ്രൈ ചെയ്തെടുത്താലും മതി കേട്ടോ, കരിഞ്ഞു പോകാതെ നോക്കണേ. ഞാൻ നല്ലപോലെ വെയിലുള്ളതുകൊണ്ട് അവിടെ വെച്ച് കുറേ നേരം ഒരു 2 മണിക്കൂർ വെച്ചു. അപ്പോഴത്തേക്കും നല്ലപോലെ എനിക്കായി കിട്ടി. പിന്നെ ജാതിക്ക മാത്രം മേടിക്കുമ്പോൾ സൂക്ഷിക്കണേ, കേടുണ്ടാവും ഉള്ളിൽ ചിലതിൻ്റെ. അപ്പോൾ തോട് പൊട്ടിച്ച് നമ്മൾ ആ പരിപ്പ് മാത്രമേ എടുക്കുന്നുള്ളൂ. അപ്പോൾ അത് നോക്കണേ. നല്ല ഭംഗിയില്ല ഇങ്ങനെ സ്പൈസസ് ഒക്കെ വെച്ചേക്കുന്നത് കാണാൻ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എല്ലാം കൂടി ഇങ്ങനെ വെച്ച് കഴിയുമ്പോൾ പിന്നെ നല്ല മണവും. പെരുംജീരകത്തിനകത്താണ് ചിലതിനകത്ത് നല്ല പച്ച പെയിൻ്റ് അടിച്ച കൂട്ട് കളറായിരുന്നു, അതൊന്നും അറിയത്തില്ല. ഏലക്ക ഉണ്ടല്ലോ, കട്ടപ്പനയിൽ നിന്ന് ചേട്ടനും ചേച്ചി തന്ന ഏലക്കയായിരുന്നു, അപ്പോൾ എനിക്ക് സ്റ്റോക്ക് ഉണ്ടായിരുന്നു, അതാ കേട്ടോ. നല്ല മണമുള്ള നല്ല ഏലക്കയാണ്. ഇത് കണ്ടോ, ഇതുപോലെ തോട് പൊട്ടിച്ചിട്ട് ഉള്ളിലെ പരിപ്പ് തന്നെ എടുക്കണം. അപ്പോൾ ചിലത് ഈ പരിപ്പ് കേടായിരിക്കും, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് മേടിക്കുമ്പോൾ 2 കൂടുതൽ മേടിച്ചോളാം. എനിക്ക് മെഷർ ചെയ്യാനായിട്ട് മെഷർമെൻറ്റ് മിഷനൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ കറക്റ്റായിട്ട് മില്ലിൽ പോയിട്ട് അളന്ന് മേടിക്കുക കേട്ടോ ചെയ്തത്. അപ്പം നിങ്ങൾ 100 ഗ്രാമിൻ്റെ 50 ഗ്രാമിൻ്റെയൊക്കെ കിട്ടും കവർ, അങ്ങനെ എടുത്താലും മതി. ഡിസ്ക്രിപ്ഷനിൽ ഞാൻ എല്ലാ കറക്റ്റ് അളവ് കൊടുക്കാം. അപ്പോൾ നല്ലപോലെ ചൂടായി കിട്ടിയത് മിക്സിയുടെ ജാറിലിട്ട് ഇതാ പൊടിച്ചെടുത്തിട്ടുണ്ട്. പൊടിക്കുമ്പോൾ കുറേശ്ശെ ഇട്ട് പൊടിക്കണം കേട്ടോ, കൈയൊക്കെ ശ്രദ്ധിക്കണേ. പിന്നെ നല്ല പൊടി പോലെ ആക്കണ്ട, കുറച്ച് തരിയോടുകൂടി. എന്നിട്ട് ഇതൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് എല്ലാം കൂടെ വീണ്ടും നമുക്ക് ഒന്നുകൂടെ മിക്സ് ചെയ്യണം. അപ്പോൾ മുറം കാലിയായപ്പോൾ ഞാനിതെല്ലാം കൂടെ മുറത്തിലോട്ടിട്ട് നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്ത്, ഒരു ചെറിയ ചൂടുണ്ടല്ലോ അടിക്കുമ്പോൾ മിക്സിയിലിട്ട്, ആ ചൂടൊക്കെ മാറി കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഇടാനുള്ള കുപ്പിയിലോട്ട് ഇട്ട് വെച്ചാൽ മതി കേട്ടോ. ഈ മസാല കൊണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടം ബീഫ് റോസ്റ്റ് ഉണ്ടാക്കുമ്പോഴാട്ടോ. സൂപ്പർ ബീഫ് റോസ്റ്റാണ്. കണ്ടപ്പോൾ ഒരുപാട് തോന്നി, പക്ഷേ ഈ കുപ്പി നിറയെ പോലും കിട്ടിയില്ല പൊടിച്ചപ്പം. ഇത്രയേ ഉള്ളൂ, ആവശ്യത്തിന് ഉപയോഗിക്കാനുള്ളതേ ഉള്ളൂ. കറക്റ്റ് അളവാണ്, ഞാൻ അളവ് കൊടുക്കാം, നിങ്ങൾ നോക്കിയിട്ട് ട്രൈ ചെയ്തോ. കയ്യിൽ നിന്ന് വീണ് പോണേ, പൊടി നല്ല പോലെ പൊടിയായിട്ടില്ല, ആ ഒരു പരുവത്തിൽ പൊടിച്ചെടുക്കണേ. അപ്പോൾ ട്രൈ ചെയ്തോ. ടാറ്റാ ബൈ, സീ യു.